وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ പടച്ചറബിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം എന്ന തിരിച്ചറിവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാ അവൻ്റെ ഉള്ളിലും പുറത്തും അവൻ്റെ അനുഭവങ്ങളിലൊക്കെ ഉണ്ടായിത്തീരേണ്ട ഒരു സംഗതി അത്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഈ മനുഷ്യകുലത്തിന് തന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് അവനെ കൊണ്ടുപോയി. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല നിലവാരത്തിൽ അല്ലാഹു മനുഷ്യനെ സംവിധാനിച്ചു. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അവന് വേണ്ടി സംവിധാനിച്ചു. അങ്ങനെ അനേകം പദവികളുടെ ഔന്നിത്യത്തിൽ അല്ലാഹു മനുഷ്യനെ കൊണ്ടുപോയി എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നന്ദി കാണിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ജീവിക്കുന്ന കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ബുദ്ധിയുള്ള കാലത്ത് നമുക്ക് ചെയ്യാൻ സാധ്യമാവുക. അതുകൊണ്ടാണ് വിശ്വാസികൾ എന്ന നിലയിൽ താൽക്കാലികമായ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ പരസ്പരമുള്ള സ്നേഹവും വിട്ടുവീഴ്ചയും കരുണാഭാവവുമൊക്കെ എപ്പോഴും ഉണ്ടാകണമെന്നുള്ളതും നാവിൻ്റെ മുറിവുകൾ ഉണങ്ങാനാവാത്തതും ചിലപ്പോൾ വാളിൻ്റെ മുറിവുകൾ ഉണങ്ങിപ്പോകുന്നതുമാണ് എന്ന അറബ് കവിതയുടെ ഒരാശയം വളരെ വൈപുല്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിൻ്റെ തുമ്പത്ത് സത്യമല്ലാതെ മറ്റൊരു വാക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ്റെ ജീവിതവുമായിട്ടത് വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളതാണ്. സകല നബിമാരെ കുറിച്ചും ഖുർആൻ ഭാഷപ്പെടുത്തുമ്പോൾ അവരൊക്കെ സ്വാദിഖുൽ വഅദുൽ അമീൻ എന്ന പ്രയോഗം കാണാൻ സാധിക്കും. അവരെല്ലാവരും സത്യസന്ധന്മാരാണ്. കളവ് പറയുക എന്നുള്ളത് ഒരു പ്രവാചകന് യോജിച്ചതയല്ല, പ്രവാചകന് എന്നല്ല ഒരു വിശ്വാസിക്കും യോജിച്ചതല്ല. ഇന്നസ്സുദ്ഖ യഹ്ദീ ഇലൽ ബിർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യം
അത് നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. സത്യം ഗുണമുള്ള കാര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അങ്ങനെ എത്തുമ്പോ ഇന്നൽ ബിർറ, ആ ഗുണമുള്ള കാര്യങ്ങൾ യഹ്ദീ ഇലൽ ജന്ന, അത് സ്വർഗത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ അസ്തമിച്ചു പോകും. പ്രിയപ്പെട്ട ഓരോരുത്തരും വളരെ പെട്ടെന്ന് പടിയിറങ്ങിപ്പോകും, നമുക്കറിയാം. ഇനി അവർക്ക് എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദുആയുണ്ട്, റബ്ബേ അവർക്ക് സ്വർഗം കൊടുക്കണമേ എന്ന്. മറ്റൊന്നും നമ്മളെ കൊണ്ടാകില്ലല്ലോ. നമ്മളും അങ്ങനെയാണ്. ഒരു ദിവസം ആരൊക്കെയോ പറഞ്ഞ് കേൾക്കും ഇന്നയാൾ മരിച്ചു എന്ന്. പിന്നെ അടുത്തതെന്ത്? അവിടെയാണ് ഒരു വിശ്വാസിക്ക് മാത്രം ലോകത്ത് മറുപടി പറയാൻ സാധിക്കുന്ന, സകല ബുദ്ധിജീവികളും നാണിച്ച് തലതാഴ്ത്തിയിരിക്കുന്ന ലോകത്ത് വിശ്വാസിക്കല്ലാതെ അങ്ങനെ ഒരു ധൈര്യവും പറയാനാകില്ല. അന്ധത ബാധിച്ച ഒരു മനുഷ്യൻ, വൈകല്യം ബാധിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, രോഗം കൊണ്ട് രാവ് പകലുകൾ കണ്ണീര് തീർക്കുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ പേമാരി കൊണ്ട് ജീവിതം പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്താ പറയാനുള്ളത്? അവന്റെ മരണത്തോടു കൂടി തീർന്നു എന്ന് ബുദ്ധിയില്ലാത്തവർക്കേ പറയാൻ കഴിയൂ. അവനൊരു മറുലോകമുണ്ട്, അവനപ്പുറത്തൊരു ലോകമുണ്ട്. അന്ധന് ഒരു കണ്ണ് കാണുന്ന ഒരു ലോകം വരാനിരിക്കുന്നു. മുടന്തന് സുഗമമായി നടന്നു പോകുന്ന ഒരു ലോകം വരാനിരിക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവന് സമ്പൽ സമൃദ്ധിയുടെ ഒരു ലോകം വരാനിരിക്കുന്നു. ജീവിതം മുഴുവൻ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവന് ആരോഗ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഒരു കാലം വരാനിരിക്കുന്നു. പരലോക വിശ്വാസം ഒരു വിശ്വാസിക്ക് നൽകുന്ന ധൈര്യം അതാണ്. ഈ ജീവിതത്തിൽ എന്ത് ക്ലേശങ്ങളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, അതിനൊക്കെ ക്ഷണികതയുണ്ട്, അതിനൊക്കെ താൽക്കാലികതയുണ്ട്. വേദനകൾക്ക് താൽക്കാലികതയുണ്ട്. ഈ ജീവിതത്തിന്റെ എന്ത് വിഷമങ്ങൾ വന്നാലും അതിനൊക്കെ ഒരു അറുതിയുണ്ട്. അറുതിയില്ലാത്ത ഒരു ലോകം എന്ന് പഠിപ്പിച്ചത് അവന്റെ പരലോക വിശ്വാസമാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സത്യം മാത്രം പറയണം. അത് വൈകാന മുർറാ ഖുലിൽ ഹഖ വൈകാന മുർറാ, കയ്പാണ് അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും നിങ്ങൾ സത്യം മാത്രം പറയുക. ഒരു വിശ്വാസിയുടെ ഗുണമാകണം. ഏത് രംഗത്താണെങ്കിലും നമ്മൾ, കച്ചവട രംഗത്താകട്ടെ, ബിസിനസ് രംഗത്താകട്ടെ, രാഷ്ട്രീയ മേഖലയിലാകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ധാന മേഖലകളിലാകട്ടെ, അവിടൊക്കെ നാവിന്റെ തുമ്പത്ത് സത്യം കൊണ്ടുവരണം. കളവ് പറയാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വഇന്നർ റജുല ലയസ്തുഖു ഹത്താ യകൂന സുദ്ദീഖാ, അങ്ങനെ സത്യം പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ സുദ്ദീഖായി മാറുന്നു. സുദ്ദീഖ്, സത്യസന്ധൻ എന്നാണ് ആ വാക്കിന്റെ മഅന. ഇതിന്റെ ഒരു മറുവശം വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് പറയുന്നത് നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു. വഇന്നൽ ഫുജൂറ, ദുർവൃത്തി, യഹ്ദി ഇലന്നാർ, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഇന്നർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, കളവ് പറയുന്ന ഒരാളെ പറ്റി അള്ളാന്റെ അടുക്കൽ എഴുതപ്പെടുന്നത് കദ്ദാബ് എന്നാണ്. സിദ്ദീഖിന്റെ നേരെ ഓപ്പോസിറ്റ് പദമാണ്. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. അതുകൊണ്ട് വിശ്വാസി ജീവിതത്തിന്റെ അഖില മേഖലകളിലും അവൻ സത്യം പറഞ്ഞ് ശീലിക്കണം. ഇത് വിശ്വാസിയുടെ സ്വഭാവമാണ്. അപ്പുറത്തൊരു സ്വഭാവം കപട വിശ്വാസിയുടേതാണ്. വായ പൊളിച്ചാൽ ഇദാ ഹദസ കദബ, അവൻ കളവ് പറയുമെന്ന് അവരെ കുറിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയാത്തുൽ മുനാഫിഖി സലാസ്, കപട വിശ്വാസിക്ക് 3 അടയാളം എന്ന് പറഞ്ഞ് ഒന്നതാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നിസാ സൂറത്തിൽ 69-ാമത്തെ ആയത്ത് ഓതി വെച്ച ആയത്ത് അതാണ്. വമൻ യുതഇല്ലാഹ്, ആരെങ്കിലും അല്ലാഹനെ അനുസരിച്ചാൽ, അല്ലാഹനെ മാത്രമല്ല അവർ റസൂല അവന്റെ പ്രവാചകനെയും, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിലാണ്. ആ കൂട്ടത്തിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരൊക്കെയാണത്? മിനൻ നബിയീന, അവർ പ്രവാചകന്മാരാണ്. വസ്സുദ്ദീഖീന, അവർ സത്യസന്ധന്മാരാണ്. വശുഹദാഇ, അവർ രക്തസാക്ഷികളാണ്. വസ്സാലിഹീന, അവർ സുകൃതം ചെയ്തവരാണ്. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാർ. ആ സഹവാസം എത്ര നല്ല സഹവാസം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാ, ഹിർക്കൽ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്.
ജഅഫർ ബിൻ അബി ത്വാലിബും സംഘവും അപ്പുറത്തിരിക്കുന്നുണ്ട്. അഭയാർത്ഥികളായിട്ട് അവർ എത്തിപ്പെട്ടതാണ് മക്കായിൽ നിന്ന്. പേടിച്ച് പോയതാ, ആദർശം സംരക്ഷിക്കാൻ ഓടിയതാ. നജ്ജാഷി രാജാവിന്റെ, ഹിർക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അഭയം തേടി. രാജാവ് അവർക്ക് അഭയം കൊടുത്തു. അപ്പോഴേക്ക് മക്കയിൽ നിന്ന് അബൂ സുഫിയാനും സംഘം എത്തി. ഇവരെ ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണ്, ഇവർക്ക് നിങ്ങൾ അഭയം കൊടുക്കരുത്, ഇവര് നാട്ടിൽ പ്രശ്നക്കാരാണ്. അപ്പൊ എന്താ നിങ്ങളെ പ്രശ്നം? അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം നബിയാണ് എന്ന് വാദിക്കുന്നു. ഇവർ അദ്ദേഹത്തിന്റെ കൂടെയാണ്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ മദ്യപിച്ചവരായിരുന്നു, ഞങ്ങൾ വ്യഭിചരിച്ചവരായിരുന്നു, ഞങ്ങൾ കണ്ട എല്ലാ ബിംബങ്ങൾക്കും ആരാധന നടത്തിയവരായിരുന്നു, ഞങ്ങൾ കുടുംബബന്ധം തകർത്ത് കളഞ്ഞവരായിരുന്നു, ഞങ്ങൾ സംസ്കാരമില്ലാതെ ജീവിച്ചവരായിരുന്നു. പക്ഷെ ഈ പ്രവാചകൻ വന്നിട്ട് ഞങ്ങളെ നേര് പഠിപ്പിച്ചു, ഞങ്ങളെ സത്യം പഠിപ്പിച്ചു, ഞങ്ങളെ ദീന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ നിന്നു. ഞങ്ങൾ ചെയ്ത തെറ്റതാണ്. അപ്പോ ചക്രവർത്തിയുടെ ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട്. ഈ മനുഷ്യൻ ഈ പ്രവാചകത്വം വാദിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഇടയിലല്ലേ ജീവിച്ചത്? അതെ, ഞങ്ങൾക്കിടയിൽ ജീവിച്ചു. ഈ മനുഷ്യനെ കുറിച്ച് അന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അന്ന് സത്യസന്ധനാണ്, അൽ അമീൻ എന്ന് പേരിട്ട മനുഷ്യനാണ്. ഒരു ചോദ്യം ചോദിച്ചു ചക്രവർത്തി, കഴിഞ്ഞ 40 കൊല്ലത്തിനടക്ക് കളവ് എന്ന് തോന്നിപ്പിക്കാവുന്ന വല്ല വാക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അവകുന്തും തത്തഹിമൂനഹു ബിൽ കദിബ് ഖബല അൻ യഖൂല മാ ഖാൽ. ഈ പ്രവാചകത്വത്തിന്റെ വർത്തമാനം പറയുന്നതിന് മുമ്പേ കളവ് എന്ന് നിങ്ങൾക്ക് സംശയിക്കാവുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഇയാൾ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. അബൂ സുഫിയാൻ പിൽക്കാലത്ത് ആ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയൊരു ചോദ്യമായിരുന്നു. മുഹമ്മദ് നബിയുമായിട്ട്, മുഹമ്മദുൽ അമീനുമായിട്ട് നടത്തിയ ഇടപാടുകൾ, സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു ഞാൻ. എന്തെങ്കിലും ഒരു രംഗം കിട്ടുമോ? കളവ് പറഞ്ഞു, നല്ല ചോദ്യം. കളവാണെന്ന് തോന്നാവുന്ന വല്ല വാക്കും. അതത്തഹിമൂനഹു ബിൽ കദിബ്. കഴിഞ്ഞ 40 കൊല്ലത്തിനിടക്ക് ഈ മനുഷ്യനായിട്ടുള്ള ഇടപാടുകളൊക്കെ പലതും ഓർത്തുപോയി. പക്ഷെ അവസാനം ഞാൻ പറഞ്ഞു ലാ ഇല്ല എന്ന് പറഞ്ഞു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത. വല്ലാത്തൊരു അത്ഭുതമാണത്. ആ കാലം ഓർക്കണം. അബൂ സുഫിയാന്റെ കൊടിയ വൈരിയാണ്, കൊടിയ ശത്രുതയാണ്. പക്ഷെ അറിയാതെ പറയേണ്ടി വന്നു, അങ്ങനെ ഒരു രംഗം ഞങ്ങൾക്കില്ല എന്നാണ്. ഈ മനുഷ്യൻ കളവ് പറഞ്ഞു എന്ന് തോന്നാവുന്ന ഒരു രംഗം ഉണ്ടായിട്ടില്ല. അവിടെയാണ് സത്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. 4 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ? ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. ആഖിറം നിങ്ങളുടെ കൂടെയാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ ഹിഫ്ളു അമാന. നിങ്ങൾ അമാനത്തിൽ സൂക്ഷ്മത വേണം. അമാനത്ത് വിശാലമായൊരു തലമാണ്. അമാനത്തുണ്ടാകണം ഒരു വിശ്വാസിക്ക്. എന്തിലൊക്കെ അമാനത്ത്? ദീനിൽ അമാനത്തുണ്ടാകണം, ശരീരത്തോട് അമാനത്തുണ്ടാകണം, ബുദ്ധിയോട് അമാനത്തുണ്ടാകണം, അഭിമാനത്തോട് അമാനത്തുണ്ടാകണം, സമ്പത്തിനോട് അമാനത്തുണ്ടാകണം. ഇതൊക്കെ വിശ്വാസി ചെയ്യേണ്ട സംഗതിയാ. മതത്തോട് അമാനത്ത് അല്ലെ? മതം പുച്ഛിക്കുന്ന കാലം. 6ാം ക്ലാസ് വരെ ഞാൻ മദ്രസ പഠിച്ചിട്ടുള്ളൂ. ഈ മതം ഒരു പൊട്ട മതമാണെന്ന് എനിക്ക് ബോധ്യമായി. ഒരു പെൺകുട്ടി പറയാ. അപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ അത് കണ്ട ആളുകളുടെ എണ്ണം ലക്ഷങ്ങൾ കടന്നു പോവുക. അതിൽ എഴുക്കട്ട മുസ്ലിം നാമധാരികളുടെ പേരുകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവുക. പുതിയ തലമുറയും പുതിയ കാലവും എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ളത് ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സന്ദർഭം. ഈ കുട്ടി പറയുന്നതാണ് സ്വാതന്ത്ര്യമില്ലാതായി. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അനിയന്ത്രിതമായി ജീവിതം നയിക്കുന്ന ആളുകൾ ചില സമയത്ത് പെട്ടെന്ന് വീഴുന്നത് കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോവുക. മതം എത്ര സുരക്ഷിതത്വത്തിന്റെ ഭിത്തിയാണ് കെട്ടിത്തന്നത്, എത്രമേൽ മനുഷ്യന്റെ അഭിമാനമാണ് ഇത് ഉയർത്തിപ്പിടിച്ചു തന്നത്. ഈ മതനിയമങ്ങൾ ഒരു മനുഷ്യൻ പാലിച്ചാൽ ഈ ഒരു ലോകത്തും അവന് കണ്ണീര് കുടിക്കേണ്ടി വരില്ല എന്നുള്ളത്
100 വട്ടം അഭിമാനത്തോടു കൂടി ഒരു വിശ്വാസിക്ക് പറയാൻ ആകണം. ഇതാ ഒന്ന്, ഹിഫ്ളു അമാന, അമാനത്തിന്റെ പല തലങ്ങൾ. ശരീരത്തോട് അമാനത്ത്, ശരീരം നശിപ്പിക്കരുത്, ശരീരത്തിനെ വെറുതെ പ്രയാസപ്പെടുത്തരുത്. ബുദ്ധി അമാനത്താണ്, ബുദ്ധി നശിപ്പിക്കരുത്. ലഹരി വസ്തുക്കൾ ആ നിലക്ക് ബുദ്ധിക്ക് കൊടുക്കരുത്. അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യന്റെ ബുദ്ധി, അത് തകർത്ത് തരിപ്പണമാക്കരുത്. അഭിമാനം, മനുഷ്യന്റെ അന്തസ്, അഭിമാനം അല്ല തന്നതാ, അത് തകർത്ത് കളയരുത്. മറ്റൊരാളെ അഭിമാനം തകർക്കരുത്. ഇർള് വളരെ പ്രധാനമാണ്, സമ്പത്തും വളരെ പ്രധാനമാണ്, അത് വെറുതെ തകർക്കരുത്. നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളത് ദൂർത്തടിക്കരുത്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, ഞങ്ങളുടെ 2 കൈയും പെരടിയിൽ കെട്ടിയിടരുത് എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നാലോ നിങ്ങളിത് തുറന്നിടുകയും ചെയ്യരുത്. നിങ്ങൾ ഇതിനൊരു മിതമായ നിലപാട് സ്വീകരിക്കുക. അമാനത്തുമായി ബന്ധപ്പെട്ട് വിശാലമായ തലങ്ങൾ കാണുന്നു. അല്ലമാനത്തു അദ്ദിൽ അമാന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇലാ മൻ യുഅ്തുമിനക വലാ തഖുൻ മൻ ഖാനക, വിശ്വസിച്ചേൽപ്പിച്ചവന് നീ ഒരു കാര്യങ്ങൾ തിരിച്ച് ഏൽപ്പിക്കണം, അവനൊരിക്കലും ചതിക്കാൻ പാടില്ല. വിശ്വാസിയോടുള്ള, വിശ്വാസി സമൂഹത്തോടുള്ള ഒരു വല്ലാത്ത ഉത്ബോധനമാണ്. ദഅവത്ത് അമാനത്താണ്. പ്രവാചകന്മാർ അതാണ് നിർവഹിച്ചത്. 23 സംവത്സരങ്ങളുടെ പരിസമാപ്തി കുറിച്ച് അറഫ മൈതാനിയിലെ വിടവാങ്ങുന്ന പ്രഭാഷണത്തിൽ ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യമാണ്, അലാ ഹൽ ബല്ലഗതു, ഞാനിത് എത്തിച്ചു തന്നില്ലയോ നിങ്ങൾക്ക്? ഒന്നാകെ മുഴങ്ങി അവിടെ. ഖാലൂ ബലാ, അങ്ങ് എത്തിച്ചു തന്നു പ്രവാചകരെ. അപ്പൊ മാനത്തേക്ക് കൈ രണ്ടും ഉയരും നബിയുടെ. എന്നിട്ടൊരു ദുആ വരും, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ പറഞ്ഞൊരു വാക്ക്, ഉബല്ലിഗുക്കും, ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തു, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ, വഅനലക്കും നാസിഹുൻ അമീൻ, ഞാൻ അവർക്ക് വിശ്വസ്തനായ ഉപദേശകനായിരുന്നു എന്ന് പറഞ്ഞാൽ നബിമാരെ പറ്റി പറയുന്നിടത്തൊക്കെ അവർ അമാനത്ത് പാലിച്ചവർ എന്ന് കാണാൻ സാധിക്കും. അധികാരം അമാനത്താണ്, വെട്ടിപ്പിടിക്കാൻ എളുപ്പമാണ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് കൊണ്ട് നടത്തൽ ഒരു പ്രയാസവുമാണ്. കുത്തേറ്റ് കിടക്കുകയാണ് മിഹ്റാബിൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. ധീരതയ്ക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. ഈ മനുഷ്യനെ പറ്റിയാ പറഞ്ഞത്, നിങ്ങൾ നീതി കാണിച്ചു, അമിൻത ഫനിംത. പേർഷ്യയിൽ നിന്നൊരു വന്ന മനുഷ്യൻ കണ്ട് അത്ഭുതപ്പെടുകയാണ്. പരിവാരങ്ങളില്ലാതെ ഒരിടത്ത് ഇങ്ങനെ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ. അന്വേഷിച്ചപ്പോ പിടികിട്ടിയത് അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അമിൻത ഫനിംത, നിങ്ങൾ നീതി കാണിച്ചു ഉമറേ, അതുകൊണ്ട് നിങ്ങൾ ശാന്തമായി ഉറങ്ങുന്നു. അങ്ങനത്തെ ഒരു കാലം. പക്ഷെ അതിൻ്റെ ഒരു വിധി അവസാനം നോക്കൂ. മെഹ്റാബിലെ സുബഹി നമസ്കാരത്തിന് കൈകെട്ടി നിൽക്കുന്ന മനുഷ്യന്റെ മാർബിടത്തിലേക്ക് കുത്തുകിട്ടുകയും ആ മനുഷ്യൻ മെഹ്റാബും മദീനയുടെ പള്ളിയുടെ മെഹ്റാബും മിമ്പറയും സാക്ഷിയാക്കി അവിടെ വീണ് കിടക്കുകയും. ഇനി അടുത്ത ഖിലാഫത്താർക്ക് സ്വാഭാവികമാണ്. വ്യവസ്ഥാപിതമായൊരു ഭരണകൂടം ഒരു നാടിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ ചർച്ച വരും. ആ ചർച്ചയുടെ ഭാഗമായിട്ട് ആളുകൾ വന്ന് പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങളെ മകനെ ഖലീഫയാക്കി ഞങ്ങൾ നിശ്ചയിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അതിന് യോഗ്യനാണ്. ആ നേരത്തെ ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, അരുത്. ഖിലാഫത്തിന്റെ കാര്യത്തിൽ ഈ ബാപ്പ മാത്രം അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞാൽ മതി, എന്റെ മകനെ കൂടി നിങ്ങൾ അതിന് കൂട്ടരുത് എന്ന് അദ്ദേഹം പറയുന്നൊരു ഭാഗമുണ്ട്. വലിയ ഉത്തരവാദിത്തമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പർ കയറിയിട്ട് ആദ്യം വിതുമ്പി കരഞ്ഞു എന്നാണ്. ഒരുപാട് വൈകാരികമായ രംഗമാണ്. റസൂലുള്ള നിന്ന മെഹ്റാബ്, റസൂലുള്ള നിന്ന മിമ്പർ, അതിൽ പിന്നെ നിൽക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മനുഷ്യൻ.
പക്ഷെ ആ നിൽപ്പ് വിതുമ്പലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഖുർആൻ അനുസരിച്ചും ഹദീസ് അനുസരിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞുകൊള്ളുക. എനിക്കൊട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ഈ അധികാരം, പക്ഷെ അതൊരു ഖദർ പോലെ എന്നിൽ വന്നണഞ്ഞതാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗം കാണും. പറഞ്ഞു വന്നത് അവിടൊക്കെ സൂക്ഷ്മതാബോധം. അതുകൊണ്ട് വാക്കുകൾ ജാഗ്രത പാലിക്കുക, വാഗ്ദാനങ്ങളിൽ മിതത്വം പാലിക്കുക, നടപ്പാക്കാൻ സാധ്യമാകുന്നത് കുറച്ചെങ്കിലും പറഞ്ഞുകൊള്ളുക. ഇത്രയൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അമാനത്ത് പ്രധാനമാണ്, സത്യസന്ധത പ്രധാനമാണ്. വിശ്വാസികളുടെ ജീവിതം വിജയം വരിക്കണമെങ്കിൽ ഇതൊക്കെ പ്രധാനമാണ്. ഇതിൻ്റെ ഒരു മറുവശം വഞ്ചന, അത് കപടവിശ്വാസിയുടെ ലക്ഷണം. കളവ് പറയൽ, അതും കപടവിശ്വാസിയുടെ ലക്ഷണം. അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞത്. രേഖപ്പെടുത്തിയതെല്ലാം നമുക്ക് അല്ലാഹു കൈകളിൽ തരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ ബോധം അനിവാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ നമുക്കാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വാക്കിൽ, അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ അമാനത്തിനോട്, ശുദ്ധത്തിനോട് നീതി പുലർത്തി മുന്നോട്ട് പോകാൻ, ജാഗ്രത പാലിക്കാൻ, ഉത്തരവാദിത്ത നിർവഹണങ്ങൾ നടത്താൻ പുതിയ കാലത്ത് നമുക്ക് സാധ്യമാകണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.